ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു +2 കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ കാലമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് മടി കൊണ്ടും പിന്നെ കുറച്ച് എന്താ പറയുക, പഠിക്കാനുള്ളത് കൊണ്ടും എക്സാം ആയതുകൊണ്ടൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഈ സ്റ്റഡി വ്ളോഗിലൂടെ എൻ്റെ ഒരു ഡേയും, ഫുൾ ഡേ അല്ല, അതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. സ്റ്റഡി സെഷൻസൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് സ്റ്റഡി ടിപ്സും ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ്സാണ്, ബിസിനസ് സ്റ്റഡീസ്. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആവാനായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇരുന്നത് പഠിക്കാൻ. ഇന്ന് ആക്ച്വലി മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന ദിവസമാണ്, പക്ഷേ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ഫ്രണ്ട്സെല്ലാം കൊണ്ട് തരികയാണെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ബിസിനസ് പഠിക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാനതൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പഠിക്കും. ഇപ്പം എൻ്റെ മുന്നിൽ ആരും വേണ്ട, എൻ്റെ അടുത്തും ആരും വേണ്ട, പക്ഷേ നമ്മൾ ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒന്നും അറിയാത്തൊരു കുട്ടി നമ്മളെ മുന്നിൽ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മളെങ്ങനെ പറയുക, ആദ്യം ഒരു പോയിൻ്റ് പറയും, എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കും, എന്നിട്ട് അതിനെന്താണോ നമുക്ക് മനസ്സിലായത് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. മലയാളത്തിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്യും. നോട്ടിലുള്ളതുപോലെ തന്നെ വേണമെന്നില്ല, നമുക്ക് എങ്ങനെയാണോ മനസ്സിലായത് അത് അതുപോലെ പറയാം. അപ്പോൾ നമ്മളെ ബ്രെയിനിൽ അത് ഓർമ്മ ഉണ്ടാവും. അല്ലാതെ വെറുതെ നമ്മൾ കാണാപ്പാഠം പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മളോട് മറന്നു. ഇതുപോലെ നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കുന്ന പോലെയൊക്കെ പറയുമ്പോൾ അത് അതിലുള്ള പോയിൻ്റ് എന്താണോ അത് നമ്മളെ മനസ്സിൽ നല്ല തറച്ച് നിൽക്കും. അതാണ് നമുക്ക് എക്സാമിന് ഏറ്റവും ഉപകാരപ്പെടുക. അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സും പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബിസിനസ്സിലാണെങ്കിൽ പ്ലാനിങ്, സ്റ്റാഫിങ്, ഓർഗനൈസിങ് ഒക്കെ പറഞ്ഞിട്ട് കുറേ ചാപ്റ്ററിൽ അതിൻ്റെയൊക്കെ പ്രോസസ്സ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കാനുണ്ട്. അതൊക്കെ എന്തെങ്കിലും കോഡാക്കിയിട്ട് ലാസ്റ്റ് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോ ഫസ്റ്റ് ലെറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ, നമുക്ക് മാത്രം മനസ്സിലായാൽ മതി, അതെന്ത് പൊട്ടത്തരായാലും വേണ്ടില്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതൊരു കോഡാക്കുക. ആ കോഡ് ഓർത്ത് വെക്കുമ്പോൾ നമുക്ക് ഓരോ ലെറ്റർ ഓർക്കുമ്പോഴും നമുക്ക് ആ സ്റ്റെപ്പ് എന്താണെന്ന് വരണം. അങ്ങനെ കോഡാക്കി വെക്കുക. അതാണ് എൻ്റെ ഒരു ബിസിനസ് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി, ഒരു ടിപ്പൊക്കെ. പിന്നെ വേറൊരു സംഭവമാണ് 80-20 റൂൾ. അങ്ങനെ വെച്ചാൽ 80% നമ്മളെ സിലബസും വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, പക്ഷേ ബാക്കിയുള്ള 20% ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ ബാക്കിയുള്ള 20% നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 80% ഓഫ് ക്വസ്റ്റ്യൻസും വരിക. സോ ഈ 20% ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് കണ്ടെത്തി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങാം, അതാണ് ഈ ഒരു മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ തീരെ പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാഠങ്ങളുണ്ടാവും. 17 മാർക്കിനൊക്കെ വരുന്ന പാഠങ്ങളുണ്ടാവും ബിസിനസ്സിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പാഠങ്ങൾ, അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് ഈ 20% വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ആദ്യം പഠിക്കുക. ഈ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നമ്മളെ കയ്യിൽ വേണമെന്നില്ല, അതിൻ്റെ കുറേ PDF വേർഷൻസൊക്കെ ഉണ്ട് ഇപ്പം ഗൂഗിളിൽ. ഇപ്പോൾ ഞാൻ +2 കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു PDF ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പാഠത്തിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള PDF ആണ് ഞാൻ കൊടുക്കുന്നത്. അതിൽ നോക്കിയാൽ അറിയാം, ഒരു ക്വസ്റ്റ്യൻ തന്നെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ കൊല്ലവും ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും വിടാണ്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പം യൂട്യൂബിലൊക്കെ കുറേ ചാനൽസ് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം പറഞ്ഞു തരുന്നത്. ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണമെന്ന് പറയുന്നതൊക്കെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് എജുവാലറ്റ് 2.0. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് ആ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അതൊന്ന് പോയി നോക്കുന്നത് വളരെ നന്നായിരിക്കും. അത്ര യൂസ്ഫുള്ളാണ് ആ ചാനൽ. അപ്പോൾ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവും അത്. അപ്പോൾ അത്രയാണ് ബിസിനസ്സിൻ്റെ കാര്യം വരുന്നത്. ബിസിനസ്സിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും ഇത് അപ്ലിക്കബിൾ ആണ്. അങ്ങനെ വെച്ചാൽ നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പഠിക്കുക. അതുപോലെ തന്നെ 80-20 റൂള്, അതുപോലെ PYQ പ്രാക്ടീസ് ചെയ്യുക.
അതുപോലെ അക്കൗണ്ടൻസി പറയുമ്പോൾ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് പെട്ടി വരച്ച് ചെയ്യാനുള്ളൊക്കെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അതിന് ഈ തിയറി നമുക്ക് വായിച്ചിട്ട് പഠിക്കുക, അല്ലെങ്കിൽ എഴുതിയൊക്കെ നോക്കി ഇതുപോലെ കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. പക്ഷേ നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ, അതായത് ഈ പെട്ടിക്കോളങ്ങൾ വരുന്നതൊക്കെ ഇല്ലേ, ഈ എന്താ പറയുക ക്യാപിറ്റൽ അക്കൗണ്ട്, +1 ജേണൽ, ലെഡ്ജർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെയ്ത് തന്നെ പഠിക്കണം. അത് എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നോ അത്രത്തോളം അതിൽ നമ്മൾ ഗുഡാവും. സോ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു കോൺഫിഡൻസും വരും, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ള ആ ഒരു ടെൻഷനും അതൊക്കെ പോയി കിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേഗം ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വേറൊരു ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പഠിച്ച സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യുക. അത് ഈ നമ്മൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ തന്നെ വന്നിരുന്ന് കുത്തിരുന്ന് വായിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നമ്മളിപ്പോൾ വെറുതെ നടക്കുമ്പോഴും കുളിക്കുമ്പോഴും നമ്മൾ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ച് വെക്കുക. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ച ടോപ്പിക്ക് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ നമ്മൾ നടക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം വീട് അടിച്ച് വരികയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ കുളിക്കുക വിചാരിക്കുക, അപ്പോഴൊക്കെ അങ്ങനെ നമുക്ക് ആ 14 പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടോ, അതിലുള്ള മെയിൻ കീ പോയിൻ്റ് എന്താണ്, അത് എന്താണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഇപ്പം ഇങ്ങനെ ആലോചിച്ച് വെക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല പഠിഞ്ഞെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ അതൊന്നും കൂടി നമുക്ക് മനസ്സിൽ നിൽക്കും. ഇനി നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും വന്നിട്ട് അതൊന്ന് നോക്കുക. അതുപോലെ നമ്മൾ എക്കണോമിക്സിലാണെങ്കിലും കുറേ ഗ്രാഫ്സും കാര്യങ്ങളും കേവുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വരച്ച് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും അതൊക്കെ. പിന്നെ ഇംഗ്ലീഷിൽ എന്താ ചെയ്യേണ്ടി വെച്ചാൽ, ഇംഗ്ലീഷിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി മനസ്സിലാക്കി വെക്കുക. അതിൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ പറ്റുന്ന നല്ല നല്ല പോയിൻറ്റ്സൊക്കെ നമ്മൾ കണ്ടെത്തി ഓരോ ചാപ്റ്ററിലും അത് പഠിക്കുക. അത് കാണാപ്പാഠം പഠിച്ച് വെക്കണമെന്നില്ല, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ഓരോ ഡിസ്കോഴ്സസിൻ്റെയും ഫോർമാറ്റുകൾ പഠിച്ച് വെക്കാം. ഈ ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റും നമുക്ക് യൂട്യൂബിൽ പോയാൽ നല്ല ക്ലാസ്സൊക്കെ ഉണ്ടാവും. ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ വെറും ഇപ്പോൾ ഡയറി ആണെങ്കിൽ പെട്ടി വേണം, അതുപോലെ ഡേറ്റ് ഇത് വേണം, അങ്ങനെ മാത്രമല്ല. ഫോർമാറ്റ് എന്ന് വെച്ചാൽ അന്നപ്പം ആലോചിച്ച് എഴുതേണ്ടി അല്ലാത്ത ആദ്യമേ പഠിച്ചു വെക്കുന്ന കുറച്ച് സെൻറ്റൻസ് ഉണ്ടാവില്ലേ. ഇപ്പം എക്സാമ്പിളായിട്ട് സ്പീച്ച് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, I am here to talk about on the topic, thank you for giving me the opportunity, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പം ഒരു 6 മാർക്കിനാണ് നമ്മളെ സ്പീച്ച് ചോദിച്ചു വെച്ചാൽ 4 മാർക്കിന് എഴുതാൻ പറ്റുന്നത് നമുക്ക് ഫോർമാറ്റായിട്ട് ആദ്യം പഠിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ബാക്കി 2 മാർക്ക് നമ്മൾ ഉണ്ടാക്കി ഇതേ മതി. അപ്പോൾ നമുക്ക് പാഠം അറിഞ്ഞിട്ടില്ലെങ്കിലും ഫോർമാറ്റ് അറിയെങ്കിൽ മാർക്ക് കുറേ കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ +1 മുതൽ ഉപയോഗിക്കുന്ന ഒരു പോയം അപ്രീസിയേഷൻ്റെ ഫോർമാറ്റ് അവിടെ കൊടുക്കാം. മേ ബി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ ഇതുവരെ അപ്രീസിയേഷൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് എഴുതിയെടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കുറേ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഫുള്ളൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ കഴിയുന്നത്ര പഠിക്കുക, എഴുതിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുക. അപ്പോൾ എല്ലാം ഒന്നും കൂടി ഷോർട്ടാക്കി പറയാം. തിയറി സബ്ജക്ട്സൊക്കെ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പഠിക്കുക. അതുപോലെ തന്നെ 80-20 റൂള്, PYQ, പിന്നെ അക്കൗണ്ടൻസി, എക്കണോമിക്സ് പോലുള്ളത് ചെയ്യാനുള്ളത് ചെയ്ത് പഠിക്കുക. കർവ്സൊക്കെ വരച്ച് പഠിക്കുക. ഇംഗ്ലീഷ് എല്ലാ പാഠത്തിൻ്റെ സമ്മറി മനസ്സിലാക്കുക. ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റ് പഠിക്കുക. പിന്നെ പഠിച്ചതൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് സ്റ്റഡി വ്ളോഗിനെക്കാട്ടിയും ഞാൻ സ്റ്റഡി ടിപ്സിനാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ഈ സ്റ്റഡി ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.